ഫസ്റ്റ് എന്ന് പറയണം ആദ്യത്തേത് നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലിപ്സ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗൈസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഏതാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ എനിക്കത് ആ സമയത്ത് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ കുറച്ച് പ്രോഡക്ട്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഒട്ടും ലേറ്റ് ആക്കേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തേത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലിപ്സ്റ്റിക് ആണ്. ഇത് നമ്മുടെ ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഷെയ്ഡാണ്. ഈ കാണുന്ന അതേ ഷെയ്ഡാണ്. ഇത് നല്ല ഷെയ്ഡാണ് കേട്ടോ. നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. നിങ്ങൾ ഒരു ലിപ് ബാം ഇട്ടതിന് ശേഷം മാത്രമേ ഏത് ലിപ്സ്റ്റിക്കും ഇടാൻ പാടുള്ളൂ കേട്ടോ. ലിപ് ബാം ഇട്ടതിന് ശേഷം ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതിടുന്നതാണ് നല്ലത്. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ കളറെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. നമുക്ക് നല്ല കംഫർട്ടാണ് ഇടാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്. ഇതിൻ്റെ ഏതാണെന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലിങ്ക് എല്ലാം ഇട്ടേക്കാം കേട്ടോ. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്കൊന്ന് റേറ്റ് ബിലോ 500 തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കണേ. അടുത്ത ലിപ്സ്റ്റിക്കാണ് ഇബാ കോസ്മെറ്റിക്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതാണ് ഞാൻ ഇട്ടിരുന്ന ലിപ്സ്റ്റിക്ക്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഷെയ്ഡും അടിപൊളിയാണ്. ഇത് മാത്രം മതി കേട്ടോ. ഇതാണ് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെയാണ്. ഈ ഒരു കളറിലാണ് വരുന്നത്. നല്ല രസമാണ് കളറ്, അടിപൊളിയാണ്. ഇത് ഒരെണ്ണം മാത്രം മതി കേട്ടോ. നമുക്ക് ഈ ഏത് ലിപ്സ്റ്റിക്ക് വേണമെങ്കിലും ലൈറ്റായിട്ട് ഇടുകയും ചെയ്യാം, ഡാർക്കായിട്ട് ഇടുകയും ചെയ്യാം കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് തന്നെ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക്ക് ലൈറ്റായിട്ട് ഇട്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു അടിപൊളി ഒരു വൈൻ റെഡ് ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു കളറാണ്. അടിപൊളിയാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈറ്റായിട്ട് ഇടാം. നല്ലൊരു കളറാണ്. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഒരു 5 hours ഒക്കെ നിൽക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ റീഅപ്ലൈ ചെയ്യാം. അങ്ങനെയാണ്. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണേ. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ലിപ്സ്റ്റിക്ക് കാണിക്കാം എന്ന് പറഞ്ഞത് ഞാൻ കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ആദ്യം തന്നെ കാണിക്കുന്നത് കേട്ടോ. ഇനി 2 ലിപ്സ്റ്റിക്കും കൂടി ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാമേ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഇത് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ സൺസ്ക്രീനാണ്. ഇത് തീരാറായി. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വാങ്ങണം എനിക്ക്. ഇത് എന്നാലും ഇനി ഞാൻ ഉപയോഗിക്കും കേട്ടോ. കാരണം നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കും. ഇനി അതിന് ശേഷം ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് ബാക്കിയും കൂടി എടുത്തിട്ടേ കളയുള്ളൂ. അത്രയ്ക്ക് നല്ല സൺസ്ക്രീനാണ്. എനിക്ക് നല്ല വേർത്തായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇത് മാത്രമാണ് കുറച്ച് റേറ്റ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ബിലോ 500 ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വാസിലിൻ്റെ ലിപ് ബാമാണ്. ട്രസ്റ്റ് മീ ഗൈസ്, അടിപൊളിയാണ്. നന്നായിട്ട് നമ്മളെ ലിപ്പിനെ മോയ്സ്ചറൈസ് ആക്കി വെക്കും. അടിപൊളിയാണ് കേട്ടോ. എനിക്കിതാ ഇത്രയായി കേട്ടോ. ഇതിൽ അല്പമേ ഉള്ളൂ. അടിപൊളി ലിപ് ബാമാണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട വേറെ ലിപ് ബാമും കൂടി ഉണ്ട് കേട്ടോ. അതും കൂടി ഞാൻ ഇതിപ്പോൾ നമ്മൾ എടുത്ത നല്ലൊരു ടെക്സ്ചറാണ് കേട്ടോ. നല്ലൊരു ക്രീമി ടെക്സ്ചറാണ്. അടിപൊളിയാണ്. ഇതിൽ SPF ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എന്നാലും അടിപൊളിയാണ്. ലിപ്സിന് അടിപൊളിയാണ് കേട്ടോ. എന്തായാലും വർത്ത് ദ മണിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതും അടിപൊളിയാണ് കേട്ടോ. ഇത് അടിപൊളി സംഭവമാണ്. അപ്പം ഇതും എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നെ വിശ്വസിക്കുന്നു. ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അടിപൊളിയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മേബിലിൻ്റെ മസ്കാരയാണ്. അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ അധികം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു കേട്ടോ ഉപയോഗിക്കാനൊക്കെ. അടിപൊളിയാണ് കേട്ടോ. നല്ല രസമാണ്. നമ്മളിങ്ങനെ കണ്ണിൽ ഞാൻ ഇപ്പം മസ്കാര ഇട്ടിട്ടില്ല. ഇപ്പം ഞാൻ ഇടുന്നതാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച്. നല്ല രസമാണ്. കണ്ടോ, നല്ല ഭംഗിയാണ്. ഇത് ഞാൻ കരി എഴുതി കുറച്ച് അലമ്പായി പോയി കേട്ടോ.
ഇതിങ്ങനെ വരും കേട്ടോ. ഇത് ഞാൻ കൺമഷി താഴെ എഴുതിയിട്ടത് അലമ്പായി പോയതാണ്, അല്ലെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഞാൻ കുറച്ച് ധൃതിയിൽ എഴുതി അങ്ങനെ ഇതായതാണ്, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. ഇത് വാട്ടർ പ്രൂഫൊന്നും അല്ല, നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. നിങ്ങൾ ഒരുവിധം വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്കത് കണ്ണിൻ്റെ ലാഷസിനെയൊക്കെ ഡാമേജ് ചെയ്യിക്കും, അത് പൊഴിഞ്ഞു പോകാനൊക്കെ കാരണമാകും കേട്ടോ. ഇങ്ങനെ വാട്ടർ പ്രൂഫ് അല്ലാത്ത മസ്കാര ഉപയോഗിക്കുന്നതാണ് നല്ലത്. അടിപൊളിയാണ്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നെക്സ്റ്റ് ഈ കോംബോയാണ്. ഇതൊരു മസ്കാരയും ഐലൈനറുമാണ്. ഇത് രണ്ടും നമ്മുടെ മേബിലിൻ്റെ തന്നെയാണ്. അടിപൊളിയാണ് കേട്ടോ. ഇത് ഒരുവിധം തീർന്നു, ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ കേട്ടോ. അത്രയ്ക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. ഞാൻ ബാക്കിയെല്ലാം ഉപയോഗിച്ചു. ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇത് വാട്ടർ പ്രൂഫ് ഒന്നുമല്ല, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും എല്ലാം. ഇത് അതുപോലെ ഐലൈനർ. ഈ ഐലൈനർ ഞാൻ അധികം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതല്ല കേട്ടോ. ഇതുവരെയും തീർന്നിട്ടില്ല. നല്ല മസ്കാരയാണ്, അല്ല നല്ല ഐലൈനറാണ്. നല്ല ലെങ്ത് ഉണ്ട് ഇതിന് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും ലെങ്ത് ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇത്രയും ലെങ്ത് ഉണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് നല്ല നീളത്തിലൊക്കെ വരയ്ക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ചിലപ്പം നീളത്തിലൊക്കെ വാലിട്ട് എഴുതാറുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇതെല്ലാം ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അണ്ടർ ഐ ക്രീമാണ്. ഇത് ഞാൻ നേരത്തെയും വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇതും അടിപൊളി ഒരു അണ്ടർ ഐ ക്രീമാണ് കേട്ടോ. നമ്മുടെ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പൊക്കെ നന്നായിട്ട് പോകും കേട്ടോ. പിന്നെ മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ എന്തായാലും പോവും. ഇല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ എന്തായാലും ഡെർമറ്റോളജിസ്റ്റിനെയോ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയോ ആരെങ്കിലും കാണിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ ഇത് അണ്ടർ ഐ ക്രീം മാത്രം ഇട്ടിട്ട് കാര്യമില്ല. വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് സൂപ്പറാണ് കേട്ടോ, നൈസാണ്, വർത്ത് ദ മണിയാണ്. ആഫ്റ്റർ ഫേസ് വാഷിന് ശേഷം മോയ്സ്ചറൈസറൊക്കെ ഇട്ടതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാണ് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഫേസ് വാഷാണ്. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിമ്പിൾസ് ഫേസിൽ നിറച്ച് വരും, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കണേ. അടിപൊളി പറയണത് ഇതാ ഇത്രയായി കേട്ടോ. നീമിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. നമ്മൾ നന്നായിട്ട് നമ്മുടെ ഫേസിൽ ക്ലെൻസ് ചെയ്ത് അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പിമ്പിൾസ് നന്നായിട്ടുണ്ടെങ്കിൽ 2-3 ഒരാഴ്ച യൂസായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിമ്പിൾസ് കുറയുമ്പോൾ നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുക. എന്നിട്ട് പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഉപയോഗിക്കുക കേട്ടോ. അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫേസ് വാഷാണ്. ഞാൻ ഏത് ഫേസ് വാഷ് വാങ്ങിയാലും ഇതിൻ്റെ ഒരെണ്ണം ഞാൻ വാങ്ങി വച്ചേക്കും. തീരുമ്പോൾ അടുത്ത് വീണ്ടും ഞാനൊരെണ്ണം വാങ്ങി വെക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. റേറ്റും അണ്ടർ 500 തന്നെയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഫേസിൽ ടീനേജേഴ്സിന് എന്തായാലും ഫേസിൽ ഇങ്ങനെ പിമ്പിൾസ് വരും. അല്ല നമ്മൾ ഒരു 30s ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം, നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡെർമറ്റോളജിസ്റ്റിനെയോ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയോ കാണണം. അല്ലാതെ നമ്മൾ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു പ്രോഡക്റ്റ് അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കില്ല കേട്ടോ. ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരണം, നിങ്ങൾക്ക് ഭയങ്കര പെയിനാണ്. ടീനേജേഴ്സിന് പൊതുവേ വരും. അല്ല ഒരു മിഡിൽ ഏജ് 30-ന് ശേഷം അല്ല 30+ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതും അടിപൊളിയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊരു കുട്ടി വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.